അതെ, ഇത് നമുക്ക് റാഗി പുട്ടുണ്ടാക്കിയാലോ? കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന റാഗി അപ്പോൾ തന്നെ പൊടിച്ച് പുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. റെഡിമെയ്ഡ് റാഗി പൊടിയേക്കാളും എന്തുകൊണ്ടും നിറത്തിലും മണത്തിലും രുചിയിലും ഒന്നൊന്നരമാണിത്. പ്രമേഹ രോഗികൾക്കും വെയ്റ്റ് മാനേജ്മെന്റിനും കുട്ടികളുടെ പോഷകാഹാരത്തിനും റാഗി വളരെ നല്ലതാണ്. വീട്ടിൽ തന്നെ റാഗി പൊടിച്ച് പുട്ടുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനിവിടെ 1 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് റാഗി പൊടിച്ചാൽ 2 ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാം. റാഗി നല്ലപോലെ പൊടിച്ചെടുക്കണേ. മിക്സിയിൽ റാഗി പെട്ടെന്ന് പൊടിഞ്ഞു വരും. റാഗി പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ നല്ലപോലെ ചേർക്കണേ. ആദ്യം ഒരു ബൗളിൽ ആവശ്യത്തിന് തേങ്ങയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തിരുമണേ. തേങ്ങയിലെ പാൽ ഇറങ്ങി വരാനാണിത്. അതിലേക്ക് റാഗി പൊടിച്ചത് ചേർത്ത് നല്ലപോലെ തിരുമണേ. പിന്നീട് അല്പാൽപമായി വെള്ളം തെളിച്ച് പൊടി നനയ്ക്കണേ. വെള്ളം കൂടി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം കൂടിപ്പോയാൽ പുട്ടിന് മയമില്ലാതായി പോകും. ആവശ്യത്തിന് നനവായോ എന്നറിയുന്നതിന് വീഡിയോയിൽ കാണുന്നത് പോലെ നനച്ച പൊടി കയ്യിലെടുത്ത് ഒന്ന് ഞെക്കി നോക്കുക. ഷേപ്പ് ഫോം ചെയ്യുകയും പൊടിച്ചാൽ പൊടിഞ്ഞു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ നനവ് കറക്റ്റാണ്. വെള്ളം കൂടിപ്പോയാൽ ബോൾ പോലെ നിൽക്കും. അരിപ്പൊടി വെച്ച് പുട്ട് നനയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ശേഷം 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. 10 മിനിറ്റിന് ശേഷം പൊടി നോക്കിയാൽ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് വെള്ളം നനയ്ക്കണേ. ശേഷം സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തേങ്ങയും പൊടിയും ലെയർ ചെയ്ത് ആവി കയറ്റി എടുക്കണം. റാഗി പുട്ടിന് കുറച്ചുകൂടി തേങ്ങ വേണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ചുകൂടി വേവ് കൂടുതലുണ്ട്. ഒരു 5-6 മിനിറ്റ് ആവി കയറ്റണം. ഈ റാഗി പുട്ട് കടലക്കറിയും കൂടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ. അടിപൊളിയാ.